നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ ഒരു വേർഷൻ റീഡബ് ചെയ്ത ഒരു വേർഷൻ ആണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് കണ്ടിട്ട് പോലും എനിക്ക് വലിയ രീതിയിൽ വർക്കായില്ല. കാരണം ഇതില് പ്രശ്നം വെച്ചാൽ മമ്മൂട്ടിയുടെ ഡബിങ്ങിന്റെയോ ലാംഗ്വേജിന്റെയോ അല്ലെങ്കിൽ ഡയലോഗ്സിന്റെയോ ഒന്നുമല്ല, അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒന്നും പ്രശ്നമല്ല പുള്ളിയുടെ. ഈ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങൾക്കും ഒരു കോപ്പില്ലാത്തതുകൊണ്ടാണ് ഈ കഥാപാത്രം വരുന്ന സമയത്തും ഒരു ഫീൽ ഇല്ലാത്തത്. അത് ടോട്ടലി ഈ പറയുന്ന പോലെ ഒരു ഇമ്പാക്റ്റ് ഇല്ല ക്യാരക്ടേഴ്സിന്. കൃത്യമായിട്ടുള്ള ഒരു 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 ക്യാരക്ടറൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ കഥാപാത്രം വന്ന് ഡയലോഗ്സ് പറയുമ്പോഴും ആ ഇമ്പാക്റ്റ് ഇല്ലാത്തത്. പിന്നെ എനിക്ക് മമ്മൂക്കയോട് പറയാനുള്ളത്, നമ്മൾ മമ്മൂക്കയുടെ സിനിമകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം പുള്ളി ചെയ്യുന്ന സിനിമകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം അത്തരം സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗഹൃദങ്ങളുടെ പേരിലും ബന്ധങ്ങളുടെ പേരിലും മമ്മൂക്ക ഇത്തരം സിനിമകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല സിനിമകൾക്കിടയിൽ ഇത്തരം സിനിമകൾ വരുമ്പോൾ നമുക്കൊരു കല്ലുകടിയായിട്ട് തോന്നും. മനസ്സിലായോ? അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യത്തിന് മാത്രമല്ല, ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ്. പുള്ളി പണ്ടേ മുതൽ ഇതേപോലെ സൗഹൃദത്തിന്റെ പേരിലും ബന്ധങ്ങളുടെ പേരിലും ചെയ്തു വെക്കുന്ന സിനിമകളാണ് നമുക്ക് തലവേദനയായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ കുറച്ചും കൂടി നല്ല സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതേപോലത്തെ സിനിമകൾക്ക് തലവെക്കാതിരിക്കുക.